ഹോർമോസ് കടലിടുക്ക് വീണ്ടും അടച്ച് ഇറാൻ സൈന്യം. നേരത്തെ കപ്പലുകൾക്കായി പാത തുറന്നുകൊടുത്തിരുന്നെങ്കിലും ഇറാന്റെ തുറമുഖങ്ങൾക്കും കപ്പലുകൾക്കും മേലുള്ള അമേരിക്കയുടെ ഉപരോധം തുടരുന്നതിൽ പ്രതിഷേധിച്ചാണ് ഈ നടപടി. തങ്ങളുടെ അനുമതിയില്ലാതെ കപ്പലുകൾക്ക് കടന്നുപോകാൻ കഴിയില്ല എന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഗാർ ഗാലിബാഫ് മുന്നറിയിപ്പ് നൽകി. കടലിടുക്കിലെ അനിശ്ചിതത്വം കാരണം ഇന്ത്യയിലേക്കുള്ള എണ്ണക്കപ്പലുകൾ പാതി വഴിയിൽ യാത്ര ഉപേക്ഷിച്ച് മടങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട്. UAEയിൽ നിന്ന് ലോഡുമായി വന്ന 2 ടാങ്കറുകൾ ഉൾപ്പെടെയുള്ളവയാണ് സുരക്ഷാ കാരണങ്ങളാൽ യാത്ര അവസാനിപ്പിച്ചത്. ഇറാൻ തങ്ങളുടെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറാൻ സമ്മതിച്ചുവെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പൂർണ്ണമായും തള്ളി. ട്രംപ് പറഞ്ഞത് പച്ചക്കള്ളമാണെന്നും ഒരു തരി യുറേനിയം പോലും വിട്ടുകൊടുക്കുന്നില്ല എന്നും ഇറാൻ വ്യക്തമാക്കി. സമാധാന കരാർ ഉടൻ ഉണ്ടാവുമെന്നും ഇറാൻ എല്ലാ നിബന്ധനകളും അംഗീകരിച്ചുവെന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു. പാകിസ്ഥാന് മധ്യസ്ഥതയിൽ ഇസ്ലാമാബാദിൽ വെച്ചാണ് ഇറാൻ അമേരിക്ക ചർച്ചകൾ നടന്നത്. ഏപ്രിൽ 22-ന് നിലവിലെ വെടിനിർത്തൽ അവസാനിക്കാനിരിക്കെ അതിനുള്ളിൽ ഒരു തീരുമാനമുണ്ടാക്കാൻ ചർച്ചകളിലൂടെ ശ്രമിക്കുമ്പോഴാണ് ഇറാൻ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടച്ചത്. ഉപരോധം നീക്കാതെ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് ഉറച്ച നിലപാടിലാണ് ഇറാൻ. കടലിടുക്ക് തുറക്കുന്നു എന്ന് വാർത്ത വന്നപ്പോൾ രാജ്യാന്തര വിപണിയിൽ എണ്ണവില 10% കുറഞ്ഞിരുന്നു. എന്നാൽ വീണ്ടും പാത അടച്ചതോടെ വിപണിയിൽ ആശങ്ക വർദ്ധിച്ചിരിക്കുകയാണ്. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്ന തന്ത്രപ്രധാനമായ പാതയാണിത്.